അപ്പോൾ ഒരു കാര്യം എനിക്കിവിടെ പൊളിറ്റിക്കലായി ഉന്നയിച്ച കുറേ വിഷയങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ട്. ഒന്ന്, ഇവിടെ സ്റ്റാഫ് സ്ട്രെങ്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. UDF വേണ്ടി സംസാരിക്കുന്ന ആളുകൾ അത് പറയുകയാണ്. അത് പറയുമ്പോൾ നമ്മൾ കാണേണ്ടത് ജയിലിൽ UDF ഭരണകാലത്ത് 2016 വരെ പരിശോധിച്ചാൽ ജയിലിലെ സ്റ്റാഫ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 1647 ആയിരുന്നു. ആ 1647 ഇപ്പോൾ 2168 ഉയർത്തിയിട്ടുണ്ട്. തനി ഉയർന്നതല്ല. ഈ LDF ഭരണകാലത്ത് 521 എക്സിക്യൂട്ടീവ് വിഭാഗമാണ് പുതിയ തസ്തികകൾ സൃഷ്ടിച്ചുകൊണ്ട്, UDF കാലത്ത് തസ്തികകൾ വെട്ടിച്ചുരുക്കുകയായിരുന്നു ചെയ്തതെങ്കിൽ പുതിയ തസ്തികകൾ സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തിൽ ജയിലിൽ ഉൾപ്പെടെ 521 പേരെ പുതിയ തസ്തിക സൃഷ്ടിച്ച് നിയമിക്കുന്ന സാഹചര്യം ഉണ്ടായി. നേരത്തെ ഇവിടെ അദ്ദേഹം സംസാരിക്കുമ്പോൾ പറഞ്ഞു സ്റ്റാഫ് സ്ട്രെങ്ത്തിൻ്റെ കാര്യത്തിൽ സ്റ്റാഫ് സ്ട്രെങ്ത്ത് വർദ്ധിപ്പിക്കേണ്ടതുണ്ടെങ്കിൽ വർദ്ധിപ്പിക്കണം, അതിലൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. കണ്ണൂർ സെൻട്രൽ ജയിൽ മാത്രം 49 പുതിയ തസ്തികകൾ സൃഷ്ടിക്കാൻ വേണ്ടി ഈ ഗവൺമെൻറ് കാലത്ത് തയ്യാറായി എന്നതുകൂടി കാണേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ്. മറ്റൊന്ന്, ഇവിടെ UDF പ്രതിനിധി പലതും ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നമ്മൾ കാണേണ്ടത് ഈ സിസ്റ്റത്തെ ആകെ മോശമാക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞു വരുന്നതിൻ്റെ തുടർച്ചയായിരുന്നു. ഒന്ന്, ഒരു റിപ്പർ കൊലപാതകി ഉൾപ്പെടെ ജയിൽ ചാടുന്ന സാഹചര്യം ഇന്ത്യയിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള ജയിൽ ചാടൽ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള പലരെയും പിടിക്കപ്പെടാത്ത സാഹചര്യം പോലെയുണ്ട്. കോൺഗ്രസിൻ്റെ പഞ്ചാബ് മുൻ മുഖ്യമന്ത്രിയെ ബിയാൻ സിംഗിനെ കൊലപ്പെടുത്തിയ കേസ്, ആ കേസിൽ 108 മീറ്ററുള്ള തുരങ്കം സൃഷ്ടിച്ചുകൊണ്ടാണ് അവിടെ പ്രതികൾ രക്ഷപ്പെട്ടത് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ഫൂലൻ ദേവിയെ കൊന്ന കേസിലുള്ള ആ പ്രതി രക്ഷപ്പെടുന്നത് എങ്ങനെയാണ്? പോലീസ് വേഷം ധരിച്ച്, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജയിലാണല്ലോ തീഹാർ ജയിൽ. ആ തീഹാർ ജയിൽ പോലീസ് വേഷം ധരിച്ച ആളുകൾ വന്ന് കോടതിയിൽ ഹാജരാക്കാനാണ് എന്ന് പറഞ്ഞ് കൊണ്ടുപോവുകയായിരുന്നു. ഇത്തരം അനുഭവങ്ങളെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. അപ്പുറത്ത് നമ്മൾ നോക്കൂ, ധർമ്മശാലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഏതാണ്ട് 480ഓളം പിഞ്ചു പെൺകുട്ടികളെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്നുകളഞ്ഞ് അവിടെ കുഴിച്ചിട്ടിട്ട് അത് സാക്ഷിയായി എനിക്ക് അനുഭവമുണ്ട് എന്ന് പറഞ്ഞ് വെളിപ്പെടുത്താൻ വന്നയാൾ, അയാൾക്ക് വേണ്ട പോലീസ് സംരക്ഷണം കൊടുക്കുന്നില്ല അവിടുത്തെ കോൺഗ്രസ് ഗവൺമെൻറ് എന്ന് മാത്രമല്ല, ദൃക്സാക്ഷി അവിടെ സ്ഥലം കാണിക്കാനും അവിടെ തെളിവെടുപ്പിനും വന്ന സമയത്ത് ഒരു പോലീസുകാർ പോലും പോയില്ല. ഞങ്ങൾക്ക് സമയമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന വാർത്തയും നമ്മുടെ മുന്നിൽ വന്നു. UDF കാലത്തെ വീഴ്ചകൾ നിങ്ങൾക്ക് താരതമ്യത്തിലേക്ക് പോകാൻ, അതിൽ റിസർച്ച് നടത്താൻ സമയമുണ്ട്. ഇപ്പോൾ ഈ ജയിലിൽ, സെൻട്രൽ ജയിലിൽ എങ്ങനെയാണ് ഈ കൊടും ക്രിമിനൽ പുറത്ത് ചാടിയത് എന്ന പരിശോധനയിലേക്ക് പോകുമ്പോൾ 4 ഉദ്യോഗസ്ഥരുടെ വീഴ്ചയായി താങ്കൾ അത് വിലയിരുത്തുന്നു. അവരുടെ സസ്പെൻഷൻ അവിടെ നടന്നിരിക്കുന്നു. അത്രമാത്രമാണോ ആ വീഴ്ച? ഇയാൾക്ക് എങ്ങനെയാണ് അവിടെ കാര്യങ്ങൾ ഈ രൂപത്തിൽ പ്രവർത്തിക്കാൻ സാധിച്ചത്? അവിടെ ജയിലിൽ വേണ്ട സുരക്ഷാ സംവിധാനങ്ങൾ കൃത്യമായി പ്രവർത്തിച്ചിരുന്നോ? അതിന്മേൽ കൃത്യമായി പരിശോധന ഉണ്ടായിട്ടുണ്ടോ? ഓഡിറ്റിംഗ് നടന്നിട്ടുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുമ്പോൾ വകുപ്പിൻ്റെ വീഴ്ചയാണ്, ജയിൽ വകുപ്പിൻ്റെ വീഴ്ചയാണ്, മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ജയിൽ വകുപ്പിൻ്റെ വീഴ്ചയാണ്. ആ വീഴ്ച എന്ന് പറയുമ്പോൾ UDF കാലത്തെ കണക്കുകൾ നിരത്തുന്നത് ഇതിപ്പോൾ ഓരോ വീഴ്ചകളിലും ഇതാണ് സംഭവിക്കുന്നത്. നേരത്തെ മെഡിക്കൽ കോളേജിലെ കെട്ടിടം വീണപ്പോഴും UDF കാലത്തെ കണക്കുകൾ പെട്ടെന്ന് മന്ത്രിക്ക് നിരത്താനായി, വളരെ പെട്ടെന്ന് റിസർച്ച് നടത്താനായി. നമ്മുടെ കാലത്ത് എന്ത് സംഭവിക്കുന്നു? 9 വർഷമായില്ലേ നിങ്ങൾ ഭരിക്കുന്നു? നിങ്ങളാണല്ലോ കഴിഞ്ഞ 5 വർഷവും ഭരിച്ചത്. അടുത്ത ഭരണത്തിൻ്റെ അവസാന ഘട്ടത്തിലാണല്ലോ. അപ്പോൾ ഈ 10ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പിഴവുകൾ എന്ത് എന്ന പരിശോധന, അതിലൊരു ചോദ്യം ഉണ്ടാകുമ്പോഴേക്കും അസഹിഷ്ണുത കാണിക്കുക, എന്നിട്ട് UDF കാലത്തെ കണക്കുകൾ പറയുക. നിങ്ങൾക്ക് ശരിയായിരിക്കാം, ജയാനന്ദൻ ചാടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഗോവിന്ദചാമിയാണല്ലോ ചർച്ച ചെയ്യുന്നത്. ഗോവിന്ദചാമി ഒരു ഭീകരനാണ്, പേടിക്കേണ്ടയാളാണ് എന്ന കാര്യത്തിൽ താങ്കൾക്കും തർക്കമുണ്ടാവില്ലല്ലോ. ഇവിടെ സ്ത്രീകൾ ഭയന്നിരുന്നു. ഇവിടെ ഫോറൻസിക് സർജനായ ഷേർലി വാസു പറയുന്നു, ബന്ധുക്കൾ പറയുകയായിരുന്നു ശ്രദ്ധിക്കണമെന്ന് പറയുകയാണെന്ന്. ഇയാൾ എങ്ങനെയാണ് കോടതി മുറിയിൽ പെരുമാറിയത് എന്നത് ഭയത്തോടു കൂടിയാണ് അവർ ഓർമ്മിക്കുന്നത്. എത്രത്തോളം കേസുകളിലൂടെ കടന്നുപോയ റിട്ടയർഡ് വ്യക്തിയാണ് ഡോക്ടർ ഷേർലി വാസു. എന്തുകൊണ്ട് ഗോവിന്ദചാമി എന്ന ഈ കൊടും ക്രിമിനലിനെ ഭയക്കുന്നു? അപ്പോൾ അയാൾ സമാനതകളില്ലാത്ത ക്രൂരതകൾ ചെയ്ത വ്യക്തിയാണ്. അയാളെ അത്രത്തോളം ഭയക്കേണ്ടതുണ്ട്. ഇയാൾ പുറത്തിറങ്ങുമോ എന്ന ചോദ്യം അവിടെ നിൽക്കുമ്പോഴാണ് ഇയാൾ ജയിൽ ചാടിയിരിക്കുന്നത്. സജീഷ്, അതിലൊരു വ്യക്തമായ മറുപടി നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുമ്പോൾ ഇങ്ങനെ കാടടച്ച് വെടിവെക്കാതിരിക്കൂ. അല്ല സ്മൃതി, കാടടച്ച് വെടിവെക്കുകയല്ല. നമ്മുടെ ചർച്ചയ്ക്കൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം ചിലപ്പോൾ നമ്മൾ പൊതുവായി ചർച്ച ചെയ്ത് തിരുത്തേണ്ടതായിരിക്കും. ഇവിടെ പല പ്രതിനിധികൾ വന്നിരിക്കുമ്പോൾ അവരെല്ലാം രാഷ്ട്രീയമാണ് സംസാരിക്കുന്നത്. ആ രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ എതിരാളികൾ വന്ന് വീഴ്ചകളെക്കുറിച്ച് പറയുമ്പോൾ അവർക്കത് പറയാൻ അവകാശമില്ല എന്ന് തുറന്നു കാണിക്കേണ്ടി വരും. അവർക്കത് പറയാനൊരു അവകാശവുമില്ല. ആ അവകാശം ഇല്ലാതാകുന്നത് എങ്ങനെയാണ്? ഞാനതാ പറഞ്ഞത്. ഈ സുരക്ഷയുടെ കാര്യം പറയുമ്പോൾ കേരളത്തിലെ ജയിലുകൾ, ആ ജയിലുകൾ
വല്ലാതെ എണ്ണം വർദ്ധിച്ചിട്ടില്ലല്ലോ ഈ കാലഘട്ടത്തിൽ. ഒരു ജയിൽ മാത്രമാണ് കൂടുതൽ വന്നിട്ടുള്ളത്. അപ്പോൾ ആ കാലഘട്ടത്തിലുള്ളതിനേക്കാൾ ഇരട്ടിയിലധികം, ഏതാണ്ട് ഇരട്ടിയോളം പുതിയ ജീവനക്കാരെ തസ്തിക സൃഷ്ടിച്ചുകൊണ്ട് ഈ ഗവൺമെന്റ് കാലത്ത് നിയമിച്ചു എന്ന് പറഞ്ഞാൽ അത് ഒരു പോസിറ്റീവായ കാര്യമാണ്. താങ്കൾ ഈ പറയുന്ന കണ്ണൂർ സെൻട്രൽ ജയിലടക്കം തസ്തികകൾ കൂട്ടി 49 അല്ലേ പുതിയ തസ്തിക താങ്കൾ തന്നെ പറയുന്നു. അപ്പോൾ ഇത്രയും അധികം ജീവനക്കാരടക്കം ഉണ്ടായിട്ടും എന്താണ് അവിടെ പിഴവ് പറ്റുന്നത്? രാത്രിയിൽ റോന്തു ചുറ്റേണ്ടതുണ്ട്, അവിടെ പരിശോധന നടത്തേണ്ടതുണ്ട്, വെളിച്ചമില്ല 10ാം ബ്ലോക്കിൽ എന്ന് പറയുന്നു, CCTV പ്രവർത്തിക്കുന്നില്ല എന്ന് പറയുന്നു, ഈ വൈദ്യുതി വേലി പ്രവർത്തിക്കുന്നില്ല എന്ന് പറയുന്നു. ഇത്തരം കാര്യങ്ങൾ മാസങ്ങളായി നടക്കുന്ന കാര്യങ്ങളാണ്. സ്മൃതി, ഒരു കാര്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. താങ്കളുടെ ചോദ്യം ഒരുപാട് വലുതാകുമ്പോൾ അത്രയ്ക്ക് വലിയ ഉത്തരം പറയാനുള്ള സാഹചര്യം പോലും ഈ ചർച്ചയിലില്ല എന്നറിയാം. ഒരു കാര്യം താങ്കൾ വൈകാരികമായി പറയേണ്ട കാര്യമില്ല. ഞാൻ പറയുന്നത് എന്താണ്, ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച താങ്കൾ അങ്ങ് വ്യാഖ്യാനിക്കുകയാണ്. 4 ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ 3 ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ മാത്രം നടപടിയെടുത്തുകൊണ്ട് അവസാനിപ്പിച്ചു എന്ന് ഞാൻ പറഞ്ഞു എന്ന്. അങ്ങനെയല്ലല്ലോ. ഒരു വിഷയമുണ്ടാകുമ്പോൾ അത് അന്വേഷണം നടക്കണം, ആരുടെ ഭാഗത്താണ് വീഴ്ച വന്നതെന്നുള്ളത് പരിശോധിക്കണം, ആ വീഴ്ചയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കണം. നമ്മൾ ഈ രാജ്യത്ത് ഒരുപാട് വീഴ്ചകൾ കണ്ടിട്ടുള്ളതാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി സർക്കാരിന് ഇതിലുള്ള ഉത്തരവാദിത്തം എന്താണ്? ഈ വീഴ്ചയിലൂടെ സർക്കാരിന്റെ പറയട്ടെ സ്മൃതി, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിൻ്റെ ഭാഗമായി നിങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ ഇന്ന് ഏറ്റവും വലിയ പ്രയാസം സ്മൃതിക്ക് ഗോവിന്ദൻ സ്വാമി പിടിക്കപ്പെട്ടതായിരിക്കും എന്ന് എനിക്ക് തോന്നുകയാണ്. അപ്പോൾ ഇത്രയും പെട്ടെന്ന് പിടിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ ഈ ചർച്ചയൊക്കെ എന്തായിരിക്കുമായിരുന്നു? ആവേശോജ്വലമാകുമായിരുന്നു. അത്തരമൊരു മാനസികാവസ്ഥയിൽ നിൽക്കരുത്, അത്രേ പറയാനുള്ളൂ. ഇവിടെ ഒരു കാര്യം, ഒരു ക്രിമിനൽ ഏതാണ്ട് ഗോൾഡൻ അവറിൽ തന്നെ 3-4 മണിക്കൂറിനുള്ളിൽ പിടിക്കപ്പെട്ടു. അങ്ങനെ പിടിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കേരളം മാറി. അതിനനുസരിച്ചുള്ള സംവിധാനം ഇവിടെ പ്രവർത്തിക്കുന്നു. ഈ വിഷയത്തിൽ മാത്രമല്ല, നിങ്ങൾ ആകെ ഈ സിസ്റ്റത്തിനെ ആകെ കുറ്റം പറയുമ്പോൾ രാജ്യത്തെ ഏറ്റവും നല്ല ക്രമസമാധാനമുള്ള ശരി പറയല്ലേ, ശരി പറഞ്ഞ് അവസാനിപ്പിക്കല്ലേ. താങ്കൾ പറയുന്നതിൻ്റെ ഇടയിൽ കയറി ചോദ്യം ചോദിക്കുകയും ശരി പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്യുന്ന രീതി ശരിയല്ല. ഞാനൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഒരു കാര്യം, രാജ്യത്ത് ഏറ്റവും മികച്ച ക്രമസമാധാനത്തിലുള്ള അവാർഡ് കേന്ദ്ര സർക്കാർ തന്നെ നൽകുന്നത് കേരളത്തിലെ ഈ ഗവൺമെൻറ്റാണ്. മറ്റു കുറ്റാന്വേഷണത്തിൻ്റെ കാര്യത്തിൽ മികവുണ്ട്. അതിൻ്റെ ഇടയിൽ ഉദ്യോഗ തലത്തിലുണ്ടാകുന്ന വീഴ്ചകൾ, ആ ഓരോ വീഴ്ചകളും പരിശോധിച്ച് നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മാത്രമേ ഒരു സിസ്റ്റത്തെ ക്ലിയർ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി പറ്റൂ. ആ സിസ്റ്റം ക്ലിയർ ചെയ്യപ്പെട്ടിട്ടുണ്ട് മുൻകാലത്തിൽ നിന്നും വ്യത്യസ്തമായി എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. കൃത്യമായി ഇപ്പോൾ വിശദീകരിക്കേണ്ട സമയം തന്നെയാണ് ഇത് തന്നെയാണ് താങ്കൾ കരുതുന്നത്. വന്നിരിക്കുന്ന വലിയ വീഴ്ചയിലുള്ള മറുപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. അല്ലല്ല, അപ്പുറത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രീതി എന്താണ്? ഇതിനെ ആകെ അവമതിക്കാനും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുമ്പോൾ അതിൻ്റെ പേരിൽ ന്യായീകരിക്കുന്ന ഒരു കൂട്ടർ വന്നു നിൽക്കുമ്പോൾ കേരളത്തിലെ പ്രതിപക്ഷ നേതാവും നിർഭാഗ്യവശാൽ ഇവിടെ ഷാഫി പറമ്പിലും എല്ലാം ഈ ഷാഫി ചാലിയും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ കാലത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കേണ്ടതും അതിൽ നിന്ന് ഉണ്ടായ മാറ്റവും ഈ സിസ്റ്റം കൂടുതൽ മുന്നോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ തിരുത്തപ്പെടാനുള്ള കാര്യങ്ങൾ തിരുത്തപ്പെടും. അതിൽ പ്രതിജ്ഞാബദ്ധമാണ്, ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ നിങ്ങളുടെ പലരുടെയും ലക്ഷ്യം എന്താണ്? അതിൻ്റെ പേരിൽ ആരുടെയെങ്കിലും ചോര കുടിക്കാം എന്ന സ്ഥിരം ലക്ഷ്യവുമായി വന്നാൽ അത് നടക്കില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.